ക്രിസ്തലോ ആവി മരിയ. എൻ്റെ പേര് സോണിയ. ഞാൻ അബ്ബാസിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു പ്രൈവറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2022 തൊട്ട് കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ മിഷൻ മദർ മേരി ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് കഴിഞ്ഞ വർഷമാണ് അറിയുന്നത്. അപ്പോൾ അന്ന് തൊട്ട് മാക്സിമം വെള്ളിയാഴ്ചകളിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഒത്തിരി വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് ബാബുള്ളവരെ വിളിക്കാറുണ്ട്. അപ്പോൾ ബാബുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും. അതിലൊത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാ നേഴ്സുമാരെയും പോലെ OETക്ക് എഴുതുന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാനവർക്ക് പ്രായമൊക്കെ ഇത്രയായി, ഇനി പഠിക്കാനൊന്നും ഇരിക്കുന്നില്ല. ഇപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് പഠിക്കുന്നില്ലേ. അപ്പം അന്നേരം ഒരു എസ്കേപ്പിസത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു ഇനി പഠിക്കുകയാണെങ്കിൽ 2 ലക്ഷമൊക്കെ പഠിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അത് തമാശയും കൂടെ പറഞ്ഞതാണെങ്കിലും പിന്നെ പുറത്തൊന്ന് പഠിച്ച് നോക്കാം. എന്തായാലും പഠിക്കാൻ ക്ലാസ്സൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു വർഷം ക്ലാസ് തുടങ്ങി. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്തെല്ലാം ഒത്തിരി പേര് ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി, പഠിച്ച് ജയിക്കുമോ എന്തോ നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അന്നേരമൊക്കെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവി എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പരിഹാസ പ്രാർത്ഥന ആകാതെ എന്നെ ഒന്ന് ജയിപ്പിക്കണമെന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഈ മാർച്ചിലെ ക്ലാസ് കഴിഞ്ഞു. അപ്പം എക്സാമിന് ഡേറ്റ് എടുക്കാറായി. അപ്പം എടുക്കണമെങ്കിൽ ഒരു 6 മന്ത്സിനുള്ളിൽ നമുക്ക് ഡേറ്റ് എടുക്കാം. ഓഗസ്റ്റ് വരെ ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓഗസ്റ്റിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റൊക്കെ നമുക്ക് വെക്കേഷൻ ടൈം വരും. ഭയങ്കര ടിക്കറ്റൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. പിന്നെ അപ്പോൾ മെയ്യിലേക്ക് ഒരു ഡേറ്റ് വന്നു. മെയ് 19 പിന്നെ മെയ് 8 വന്നത്. അപ്പം ഞാൻ ഓർക്കും മാതാവേ വണക്കമാസത്തിൻ്റെ സമയത്ത് തന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ള ഒരു കൃപ തന്നെയെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് 19-ാം തീയതി തന്നെ ഡേറ്റ് എടുത്തു. അപ്പം പോകുന്നതിനപ്പുറം തന്നെ ഞാൻ ഭാഗവതങ്ങളോട് വിളിച്ച് പറഞ്ഞിരുന്നു, ബ്രദർ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് പറഞ്ഞു ദൈവേഷ്ടമാണെങ്കിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പരീക്ഷയ്ക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് പരീക്ഷയ്ക്ക് കയറുന്നതിനിപ്പോൾ മാതാവിൻ്റെ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം എക്സാമിൽ കയറുമ്പോൾ. കാരണം കൊന്തയൊന്നും ഞാൻ പോക്കറ്റിലിട്ടാണ് പോയിരുന്നത്. പിന്നെ ഇവിടെ കാശിലും ഉണ്ടായിരുന്നു. അപ്പം പോക്കറ്റ് അവർ ഒന്ന് കാണിക്കാൻ പറഞ്ഞപ്പം എൻ്റെ ഈ കൊന്തയായിരുന്നിരുന്നേ. ഞാൻ ഇവിടെ അകമ്പച്ചന്മാർക്ക് ആദ്യം വന്നപ്പോൾ കിട്ടിയ കൊന്തയാണ്. അന്ന് തൊട്ട് ഞാൻ എവിടെ പോയാലും ഞാൻ ഈ കൊന്തയും കൊണ്ടേ പോകാറുള്ളൂ. അപ്പോൾ ഞാൻ ഈ കൊന്ത എനിക്ക് പുറത്ത് കൊണ്ടേ വെക്കണോ? അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ എക്സാമിന് പറഞ്ഞു വേണ്ട അത് കഴുത്തിലിട്ടോളം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായി പരീക്ഷയ്ക്ക് കയറാൻ വേണ്ടി തന്നെ. അപ്പോൾ പരീക്ഷയ്ക്ക് കയറുന്ന സമയത്ത് തന്നെ ഞാൻ ചോദിച്ചു, മാതാവ് എനിക്ക് എന്തെങ്കിലും എല്ലാവരും ഒത്തിരി പേര് ഇങ്ങനെ കേട്ടിട്ടുണ്ട് മാതാവിൻ്റെ കളറിലുള്ള എക്സാമിനർ വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ മാതാവിൻ്റെ സ്പെഷ്യൽ നമ്പർ വരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓർത്ത് എനിക്കൊന്നും കാണാനില്ല. അപ്പോൾ എന്നെ കൊണ്ട് ഇരുത്തിയൊരു ക്യാബിൻ പറഞ്ഞത് നമ്പർ 7 ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഡിസംബർ 7-ാം തീയതിയാണല്ലോ മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ആ ദിവസത്തെ നമ്പർ തന്നെ എനിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ എക്സാമൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം എൻ്റെ നെറ്റിയിലെ കുരിശ് വരച്ച് തൈലൊക്കെ പരട്ടിയിട്ടൊക്കെയാണ് പോയിരുന്നത്. ഓരോ പ്രാവശ്യം ഞാനിങ്ങനെ ആൻസർ ക്ലിക്ക് ചെയ്യുമ്പം നെറ്റിയിൽ കുരിശ് വരച്ചിരിക്കുന്ന തൈലം എടുത്ത് മൗസയിൽ വയ്ക്കും, എന്നിട്ട് ക്ലിക്ക് ചെയ്ത് ആൻസർ സബ്മിറ്റ് ചെയ്യും. പിന്നെ എക്സാമിൽ നമുക്ക് 85 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് നമുക്ക് പാസ്സാകേണ്ടത്. ചിലപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ആവും. 85 കഴിയുമ്പോൾ ചിലപ്പോൾ ഷട്ട് ഡൗൺ പാസ്സായെങ്കിലും ഫെയിലായെങ്കിലും ഷട്ട് ഡൗൺ ആവും. അപ്പോൾ ചിലരുടെ ചിലപ്പോൾ നീണ്ടു പോകും ക്വസ്റ്റ്യൻസ്. അപ്പോൾ എൻ്റെ 85 കഴിഞ്ഞു 105 ആയി. അപ്പോൾ ഞാനോർത്ത് ഇനിയിപ്പോൾ അറിയത്തില്ല, ഇനിയിപ്പം ഫെയിലായിട്ടാണോ പാസ്സായിട്ടാണോ ഒന്നും അറിയത്തില്ല. 105 കഴിഞ്ഞിട്ടും എൻ്റെ ഷട്ട് ഡൗൺ ആയി. അപ്പോൾ അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് ഞാനിപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ഒരു വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലിയിട്ട് പറഞ്ഞു, എൻ്റെ മാതാവ് ഈ എക്സാം എഴുതാൻ എന്നെ ഇവിടെ ഇങ്ങനെ വരുത്തിക്കരുതേ ഇതുപോലെ സബ്മിറ്റ് ചെയ്ത് ഞാൻ ഇറങ്ങിപ്പോകുന്നു. അപ്പം ഇതിൻ്റെ റിസൾട്ട് വേണമെങ്കിൽ നമുക്ക് 48 അവേഴ്സിനുള്ളിൽ നമുക്ക് ക്വിക്ക് റിസൾട്ട് കിട്ടും. അത് വേണേൽ സബ്മിറ്റ് ചെയ്യാം. ഞാൻ ഓർത്ത് എന്തായാലും ക്വിക്ക് റിസൾട്ട് അറിയില്ല, ഇത് സമാധാനത്തിൽ അറിഞ്ഞാൽ മതി ഞാൻ പോന്നു. അപ്പോൾ ഇവിടെ നിന്ന് പിറ്റേ ദിവസം എൻ്റെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. ആ ആഴ്ചത്തേലെ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ കൂടെ ഇവിടെ ഞാനും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അന്ന് ഡോളർ കുറച്ച് സബ്മിറ്റ് ചെയ്താലേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അന്ന് സബ്മിറ്റ് ചെയ്തേക്കാന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഞാനും കൂടി ഞാൻ സബ്മിറ്റ് ചെയ്തു. പിന്നെ ഞാനതങ്ങ് വിട്ടു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ഏജൻസിക്കാർ എനിക്ക് മെസ്സേജ് വിട്ടു. പക്ഷേ ഞാൻ മെസ്സേജ് ശ്രദ്ധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്ത് റിസൾട്ട് പാസ്സെന്ന് പറഞ്ഞ റിസൾട്ട് വന്നു. മാതാവിന് തിരുക്കുമാരനും കോടാനും കൂടി നൽകി. അത് എൻ്റെ കഴിവല്ല, എൻ്റെ മെറിറ്റുമല്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞു എനിക്ക് 0 മെറിറ്റാണ്. പക്ഷേ മാതാവ് എന്നെ എല്ലാവരുടെയും മുമ്പിൽ എന്നെ എനിക്കറിയത്തില്ല എന്നെ പറയേണ്ടതെന്ന്. വിഷമിക്കുന്ന സമയത്തെല്ലാം നമുക്കിങ്ങനെ മുമ്പിൽ വരുന്ന ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു എനിക്ക്. ഈ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുള്ള ആർക്കും ഒന്നും ഒരു അനുഗ്രഹം കിട്ടാതെ തിരിച്ചു പോകത്തില്ലെന്ന് 100% ഉറപ്പാണ്. ആവേ മരിയ.